Praise the Lord. Welcome back to my channel. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറൊരു നാമവും ഈ ഭൂമിയിലോ സ്വർഗത്തിലോ ഇല്ല. കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു ദൈവം. ഈ ലോകത്തിൽ ഉള്ളതായ ജനങ്ങൾക്ക് പലവിധമാകുന്ന ദൈവങ്ങൾ ഉണ്ട്. അവർ അവരുടെ ഇഷ്ടപ്രകാരമുള്ള ദൈവങ്ങളെ അവർ ഉണ്ടാക്കി അവരാരാധിക്കുന്നു. എന്നാൽ ആ ഉണ്ടാക്കുന്ന ആ ദൈവങ്ങളൊക്കെയും സൃഷ്ടിയാകുന്നു, സൃഷ്ടാവല്ല. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യരുടെ കൈവേലയാകുന്നു. മനുഷ്യർ അവരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്ന ദൈവമാകുന്നു. അവയെ വിളിച്ചപേക്ഷിച്ചാൽ അവയ്ക്ക് ഉത്തരമരുളുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അവർക്ക് കഴിയുകയില്ല. സങ്കീർത്തനം 115-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അതെ, യഥാർത്ഥമാകുന്ന ദൈവം സ്വർഗത്തിലാണ് ഉള്ളത്. താഴെയുള്ള ഭാഗങ്ങളിൽ 115-ാം സങ്കീർത്തനം അതിന്റെ 4 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയുണ്ടാക്കുന്നവർ അവയെ പോലെയാകും, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇവിടെ സ്പഷ്ടമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ, ജാതികളുടെ ദൈവങ്ങൾ അത് മനുഷ്യരുടെ കൈവേലയാകുന്നു. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവരാരാധിക്കുന്നു. ആരാധിക്കുന്ന ദൈവം എന്താകുന്നു, ഏതാകുന്നു എന്ന് അവർ അറിയുന്നില്ല. അവർ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി മണ്ണും കല്ലും പൊന്നും ഇങ്ങനെയുള്ളതായ വിവിധ തരത്തിൽ അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. എന്നാൽ അതൊന്നും യഥാർത്ഥമാകുന്ന ദൈവമല്ല. അവയ്ക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, അത് മനുഷ്യരുടെ കൈവേലയാകുന്നു. അവയ്ക്ക് വായുണ്ട്, പക്ഷെ അത് സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുണ്ട്, കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ട്, അത് കേൾക്കുന്നില്ല. മൂക്കുണ്ട്, മണക്കുന്നില്ല. കൈയുണ്ടെങ്കിലും അത് സ്പർശിക്കുന്നില്ല. അവർക്ക് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. തൊണ്ട കൊണ്ട് ആ ദൈവങ്ങൾ സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. പ്രിയ ദൈവവേദനെ, നമുക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. നമ്മൾ സൃഷ്ടിയാകുന്നു, എന്നാൽ സൃഷ്ടാവിനെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. സൃഷ്ടാവ് അവൻ മഹാദൈവമാകുന്നു. അവനാകുന്നു കർത്താവായ യേശുക്രിസ്തു. അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അതുകൊണ്ടാണ് നാം ഇവിടെ വായിച്ചത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെ ദൈവം. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ ജീവിക്കുന്ന ദൈവമാകുന്നു. പ്രിയ പൈതലെ, ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാകുന്നു. അവൻ യഥാർത്ഥ ദൈവമാകുന്നു. അവൻ ജീവിക്കുന്ന ദൈവമാകുന്നു. നിങ്ങളൊന്ന് കരഞ്ഞു നോക്കിയേ, നിങ്ങളുടെ അടുത്ത ദൈവം വരും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ,
മനസ്സ് തുറന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് ദൈവവചനത്തിൽ പറയുന്നത്. ആയതിനാൽ തകർന്ന നുറുങ്ങിയമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നുവെങ്കിൽ, അവനെ നീ ആരാധിക്കുന്നുവെങ്കിൽ, അവനിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ നീ യഥാർത്ഥമാകുന്ന ഒരു ദൈവവേദലാകുന്നു. അതിനാൽ ഈ എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു മാത്രം ദൈവം. അവനിൽ വിശ്വസിക്കുക, എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു നാമവുമില്ല. അവൻ ദൈവമായി ഭൂമിയിൽ അവതരിച്ചു. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുപ്പാൻ അവൻ ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ടു. ഈ ദൈവത്തെ നീ സ്വീകരിക്കുമോ? ഈ ദൈവത്തിന്റെ പൈതലായി നീ തീരുമോ? എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നീ ആശ്രയിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അതിനായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, എന്റെ ഈ ശബ്ദം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും രക്ഷിക്കണമേ. എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സന്തോഷിതമായി സ്വീകരിപ്പാനും ദൈവമേ നിത്യതയിൽ കാണപ്പെടുവാൻ, ആരും നശിച്ചു പോകാതെ നിത്യയിൽ കാണപ്പെടുവാൻ ദൈവമേ അവിടെ ഇടയാക്കണമേ. കർത്താവെ, നീ അവിടുന്ന് സന്ദർശിക്കണമേ. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ പിതാവേ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in next video. Thank you so much.